ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. രാജ്യത്തെ പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷനുകളിലൊന്നായ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ അപകടങ്ങൾ സംഭവിച്ചാൽ എങ്ങനെ നേരിടുമെന്നതിന്റെ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. രാജ്യത്തെ പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷനുകളിലൊന്നായ ഷൊർണൂരിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുവെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നതോടെ പാലക്കാട് റെയിൽവേ ഡിവിഷനിലെ NSG3 വിഭാഗത്തിലെ റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും ഉയർന്നത് വലിയ ഭീതിയും ആശങ്കയും. തിങ്കളാഴ്ച കാലത്ത് 9 മണിയോടെയാണ് സ്റ്റേഷനിലെ ആളൊഴിഞ്ഞ കരുതൽ പ്ലാറ്റ്ഫോമിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചത്. ഓടുന്ന ട്രെയിൻ നിർത്തിയിട്ട മറ്റൊരു ട്രെയിനിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ഇതോടെ 2 ബോഗികൾ പ്ലാറ്റ്ഫോമിലേക്ക് ഇടിച്ചുകയറി. വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അപായ സൈറൺ മുഴങ്ങിയതോടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വാഹനങ്ങൾ സൈറൺ മുഴക്കി കുതിച്ചെത്തി. റെയിൽവേ RPF മെഡിക്കൽ ടീം അംഗങ്ങൾ, ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ്, പോലീസ്, റവന്യൂ, NDRF, സിവിൽ ഡിഫൻസ്, ആപ്തമിത്ര വളണ്ടിയർമാർ എന്നിവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തി. ഇതോടെ ജനം പരിഭ്രാന്തിയുടെ മുൾമുനയിലായി. പ്ലാറ്റ്ഫോമിലേക്ക് ഓടിയെടുത്ത യാത്രക്കാരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വടംകെട്ടി തടഞ്ഞു. ഏറെ നേരം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഉദ്വേഗത്തിന് വിരാമമിട്ട് മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രഖ്യാപിച്ചു. നടന്നത് മോക്ക് ഡ്രില്ലാണ്. ആരും പരിഭ്രാന്തരാകേണ്ടതില്ല. ഇതോടെ വല്ലാത്ത ചമ്മിയ മുഖവുമായി ജനം നിലകൊണ്ടു. ജാളിതയൊഴിയാതെ മടങ്ങി. മോക്ക് ഡ്രിൽ വിജയകരമായി പൂർത്തിയാക്കിയ സന്തോഷത്തിലായിരുന്നു 200ഓളം ഉദ്യോഗസ്ഥർ. പ്രതിദിനം ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന റെയിൽവേ സ്റ്റേഷനിൽ അപകടങ്ങൾ സംഭവിച്ചാൽ എങ്ങനെ നേരിടുമെന്നതിനെക്കുറിച്ച് മോക്ക് ഡ്രിൽ നടന്നത്. കൃത്യതയും കുറ്റമറ്റതുമായ പ്രവർത്തനങ്ങൾക്ക് DRM അരുൺകുമാർ ചതുർവേദി, ADRMS ജയകൃഷ്ണൻ, വിവിധ ഓഫീസർമാരായ A. സുരേഷ്, ബെന്നി വർഗീസ്, പ്രദീപ് ചന്ദ്രശേഖർ, CS രാജൻ, C. മുരളീധരൻ, നവീൻ പ്രസാദ്, V. അനൂപ്, ഫെബിൻ ഫിലിപ്പ്, സന്ദീപ് ജോസഫ്, വിനോദ് കുമാർ, അളകര സ്വാമി, ഗണേശമൂർത്തി, K. സർമുഖൻ, അരുൺ തോമസ് കളത്തിങ്കൽ, അൻഷൻ ഭാരതി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് CCV.